ഹായ് ഹലോ എല്ലാവർക്കും പൊന്നൂസ് കണ്ണൻ വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാചക വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി വീഡിയോ ഇടാനായിട്ട് ഇച്ചിരി താമസിച്ചു കേട്ടോ. കാരണം നമ്മുടെ മാങ്ങയൊക്കെ തീർന്നു കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മാങ്ങാ പുളിശ്ശേരി കാണിക്കാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ മറന്നുപോയത് തന്നെയാണ് ഓരോരോ തിരക്കുകളിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിന് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു വീഡിയോ 1-2 വീഡിയോസൊക്കെ 1K മുകളിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ മറന്നുപോയെങ്കിലും എല്ലാവരും കാണുന്നുണ്ടല്ലോ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണാം. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ മാങ്ങയുണ്ട്, 3 മാങ്ങയാണ് കേട്ടോ. പഴമാങ്ങയല്ല, നമ്മുടെ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു മാവുണ്ട്, അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ 3 മാങ്ങ. പഴമാങ്ങ കൊണ്ടൊക്കെ ഞാൻ കറി വെച്ചു, പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൂവാണ്ട മാങ്ങ കൊണ്ട് പഴമാങ്ങ കറി വെച്ചാലും അടിപൊളിയാണ്. പഴുത്ത് കഴിഞ്ഞാൽ എല്ലാ മാങ്ങയുടെയും ടേസ്റ്റ് ഏകദേശമൊക്കെ ഒരുപോലെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ 3 മാങ്ങയുണ്ട് കേട്ടോ. 3 മാങ്ങ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു പഴമാങ്ങ കറി വെക്കാം. അപ്പം ഞാൻ മാങ്ങയൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ശർക്കര കണ്ടോ, ഈ 2 സ്റ്റോൺ പോലെ 2 ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അതൊന്ന് മുങ്ങിക്കിടക്കേണ്ട പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണവേ. അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ എല്ലാവർക്കും. തൊലി കളഞ്ഞിട്ടുള്ള മാങ്ങ, പിന്നെ മാങ്ങയുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ആ മാങ്ങയുടെ സീഡുണ്ടല്ലോ, ആ സീഡ് ഇട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു ശകലം ശർക്കര, ഒരു നാരങ്ങ വലുപ്പത്തിലൊക്കെ മതിയായിരിക്കും കേട്ടോ ശർക്കര. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കുക. ഒരുപാട് ഇതായിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, അതാണ് ഞാൻ കാണിച്ചത് തന്നെ പിന്നെയും കാണിച്ച് അങ്ങ് പറഞ്ഞു പോകുന്ന. പിന്നെ ഒരു കാര്യം, മാമ്പഴ പുളിശ്ശേരി വെക്കാൻ അറിയാവുന്നവരൊക്കെ കാണും. ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെക്കാൻ അറിയാമല്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉപയോഗപ്രദമാവുമല്ലോ. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് തേങ്ങയാണ്. തേങ്ങ ജസ്റ്റ് ജീരകവും വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കണ്ടല്ലോ, നന്നായിട്ട് തേങ്ങയിൽ കുറച്ച് വെള്ളവും ജീരകവും ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇനി ആ അരപ്പും മാങ്ങയും പച്ചമുളക് നമ്മളായിട്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തത് തന്നെ പിന്നെയും കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോപ്പ് എനിക്ക് സംഭവിച്ചു കേട്ടോ. അപ്പോൾ മാങ്ങയിൽ അരപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പും ആ മാങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് ചേരുന്ന രീതിയിൽ ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ വേണം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട്. കാരണം ഇനി ഇത് കഴിഞ്ഞ് നമ്മളൊരു സംഭവം ചേർക്കുന്നുണ്ട്. അതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഈ സമയത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാൻ തൈരാണ് കേട്ടോ ഒഴിക്കുന്നത്. മിൽമയുടെ നല്ല കട്ട തൈരാണ് കേട്ടോ ഇത്. എനിക്ക് ഈ തൈരാണ് ഇഷ്ടം, നല്ല കട്ട തൈരാണ്. അപ്പോൾ ഈ തൈരൊന്ന് ജാറിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. മിക്സിയിലിട്ട് അടിച്ചിട്ട് വരുമ്പോൾ തിളച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴം ആ അരപ്പൊക്കെ ചേർത്തിരിക്കുന്നതിനകത്തോട്ട് ഈ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി തിളപ്പിക്കരുത് കേട്ടോ, ഇനി അധികം ഇട്ട് തിളപ്പിക്കരുത്. ഇനി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു തിള പോലെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് കടുക് വറുത്തങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് വേണ്ടി കറിവേപ്പില, ചെറിയ ഉള്ളി, വറ്റൽമുളക്, പിന്നെ കടുക്, വെളിച്ചെണ്ണ. ആദ്യം തന്നെ കടുക് വറക്കാനായിട്ടുള്ള നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട്.
പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണല്ലേ എല്ലാവരും കടുക് ഇറക്കുന്നത്. ഒരു പ്രത്യേക രുചി തന്നെയാണല്ലേ വെളിച്ചെണ്ണയിൽ കടുക് ഇറക്കുമ്പോൾ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകിട്ട് നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും ഒക്കെ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ് കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ 2 വീഡിയോ 1K മുകളിലെത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോയ്ക്കാണ് 1K സപ്പോർട്ട് കിട്ടിയത്. അതിൽ നിന്നും എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് യൂട്യൂബ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കടുക് ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു നുള്ളു മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെന്തിനാണെന്നറിയാവോ? നമ്മുടെ പഴമാങ്ങക്കറിക്ക് ഒരു പ്രത്യേക ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണേ. അപ്പോൾ ദേ എല്ലാം കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക രുചി തന്നെയാണ്. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത ആരല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് ഒരു മിക്ക ആളുകൾക്കും എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു കറിയാണ് അല്ലേ പഴമാങ്ങ കറി. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ ആ സീഡുണ്ടല്ലോ മാങ്ങയുടെ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ചോറിലിട്ട് കുഴച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലേ. ഇതേ ഒരു കളറും കിട്ടി. ആ മുളക് പൊടിയും കൂടെ കടുക് ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു പ്രത്യേക നിറവും കിട്ടി. അപ്പോൾ നല്ല അടിപൊളി പഴമാങ്ങക്കറിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള പഴമാങ്ങക്കറിയാണ്. ചോറിൽ ഇത് കൂട്ടി കഴിക്കണം. എൻ്റെ പൊന്നോ പറയണ്ടല്ലേ, പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി പറയാണ് കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.